ഇന്ന് നമ്മളുള്ളത് നമ്മളെ കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു തട്ടുകട ഉണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നെത്തിക്കുന്നത് കേട്ടോ. കോഴിക്കോടിൻ്റെ ഫയർവാല ഓംലെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മളെ കോഴിക്കോട് പാളയം തട്ടുകട. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ തിരക്കൊന്നും ഒരു വിഷയമല്ല. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇങ്ങനെ ഓംലെറ്റും ഗ്രീൻ പീസും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ കാണുന്ന മൂപ്പരെ മേക്കിങ്ങിനാണ് ഒരു പ്രത്യേകത കേട്ടോ. തീണ്ടുള്ളൊരു കളിയാണ് ഇവിടെ. നമുക്ക് കണ്ടിരിക്കാൻ തന്നെ രസമാണ്. ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ, ഒരു ഓംലെറ്റ് വാങ്ങി കഴിക്കാനും അത് കാണാനും കൂടിയാണ് ആൾക്കാർ ഇവിടെ വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാം. എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോട്ടോ. ഓംലെറ്റ് മാത്രമല്ല, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇഡ്ഡലി, ദോശ, ഗ്രീൻ പീസ് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഗ്രീൻ പീസൊക്കെ അങ്ങനെ ഭയങ്കര സ്പീഡിലാണ് പരിപാടി. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് കാഴ്ചകൾ കണ്ടോളി. കൂടാതെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എന്തായാലും ഇവിടുന്ന് കഴിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും നമ്മുടെ കോഴിക്കോട്. അപ്പോൾ എന്തെങ്കിലും ഒരു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇതിൻ്റെ അടിയിലൊന്ന് എഴുതി വിട്ടേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ അങ്ങനെ കണ്ടുപോകാം. മുമ്പിലേക്ക് പോയി അതാ നാല് സിംഗിൾ ഓംലെറ്റ്. ഞാൻ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ പീസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കുള്ള ഗ്രീൻ പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കഴിച്ച് മെല്ലെ അങ്ങനെ നമുക്ക് പോവാം. ഒരു പ്രത്യേക സുഖമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനേ. ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഓട്ടോ സ്റ്റാൻഡ് സൈഡിലൊക്കെ നമുക്ക് ഇരുന്ന് അങ്ങനെ കഴിക്കാം. ഇരുന്നിട്ടോ നിന്നിട്ടോ ഒക്കെ അങ്ങനെ കഴിക്കാം. പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അവിടെ കഴിച്ചോട്ടെ എങ്ങനെ ഉണ്ട് നിങ്ങൾ. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ചൂട് സാധനങ്ങൾ ഇങ്ങനെ ആ ഒരു തണുപ്പത്തൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം.